സാമ്പത്തിക പരിരക്ഷയിലൂടെ എങ്ങനെ നമുക്കൊരു റൊമാൻറ്റിക് ഡേറ്റ് നടത്താം എന്ന് നോക്കിയാലോ. നല്ലൊരു ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ട്. ആ നടുക്കിൽ അത്തപ്പൂക്കളിട്ട പോലെ ഇരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് ഒന്നും കൂടെ കലക്കുമ്പോൾ ശരിയാവും. നവാബി സമായി എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണിത്. അതും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ഒരു മെഴുകുതിരിയും കൂടെ ഉണ്ടെങ്കിൽ കളറാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഒന്ന് കളറാക്കാം. സോ ചിക്കൻ സ്റ്റൂയും ബ്രെഡും, അതായത് ബ്രാൻഡ് ബ്രെഡ്, ഫുഡ് ഉണ്ടാക്കാൻ മെയിൻ കോഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു മടുപ്പ് കാരണം അതുണ്ടാക്കിയില്ല. പിന്നെ ബ്രെഡ് ഡേറ്റ് ചെയ്താനേ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സാധനം ഉപയോഗിച്ച് തീർക്കണമല്ലോ. കാരണം നമ്മൾ സാമ്പത്തിക പരിരക്ഷയാണ് കാണുന്നത്. പിന്നെ നവാബി സമായി, അത് സേമിയ ഇരിപ്പുണ്ടായിരുന്നു, ഓഫറിന് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു, പാല് നാളെ എക്സ്പയർ ആവും. പിന്നെ പാൽപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വനസല്ലി മുകളിലും താഴെയായിട്ട്. അപ്പം അങ്ങനെ ഒരു ഡെസേർട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മെനയായിട്ട് ഒരു മെഴുകുതിരി വെച്ചിട്ട് എന്തിനെങ്കിലും സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ? ഇത് പ്രണയിക്കുന്നവർക്കും വിവാഹിതർക്കും മാത്രമല്ല. പ്രണയമാണ് പലപ്പോഴും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മരണത്തെ ഭയക്കുന്നത് പോലും മനുഷ്യർ തന്നെ ആവണമെന്നില്ല. എങ്കിലും ഒരുപാട് പ്രണയം ഭൂമിയിലുള്ളത് കൊണ്ടാവാം. മധുപാത്രത്തിലെ നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം. ഭയങ്കര മരപ്പുറത്തുള്ള ടീമാണ്. ഇതേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. ഞാൻ ഉണ്ടാക്കി, മൂപ്പര് പൈസക്കാരൻ. അതുകൊണ്ട് മൂപ്പര് പഴയ കൂട്ടുകാരുടെ കല്യാണക്കാരാണ്. ഞാൻ വിചാരിച്ചു പൈസയൊക്കെ കൊടുത്ത് സാധനം. എനിക്ക് പിന്നെ പൈസ ഇല്ലാണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. മാറ്റേറും മഴപ്രാവേ ഓ കളിയാടിപ്പാടാൻ നിരമാ. വിവാഹത്തിന് ശേഷം അങ്ങനെ ഞങ്ങളൊന്നും കൂടെ ഹൃദയങ്ങൾ കൈമാറി. ഭക്ഷണമില്ലാതെ പ്രണയത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഭക്ഷണം കഴിക്കാം. പ്രണയം കൊണ്ട് ജീവിക്കാനാവില്ല. ജീവിക്കാൻ പണം തന്നെ വേണം. ഇന്ന് നമ്മൾ തിരുത്തി പഠിക്കുന്നുണ്ട്. എങ്കിലും വിവാഹം, പ്രണയം ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നുവോ? അതിലും വലിയതെന്തിനെയോ പ്രണയിക്കുന്നുണ്ട്. ഏകാന്തത, സമാധാനം, സംഗീതം, സാഹിത്യം, അങ്ങനെ എന്തോ ആവാം. നാളെ ഉണരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സുഖമാണ് പ്രണയം. പകരാം ഞാൻ നിർവൃതി